സന്നിധാനത്ത് പോലീസുകാരായ അച്ഛനും മകനും ഒന്നിച്ച് ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴുള്ള അപൂർവ സംഗമത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. റാന്നി പെരുന്നാട് സ്റ്റേഷനിലെ SI R രവീന്ദ്രനും മകൻ പെരുമ്പട്ടി സ്റ്റേഷനിലെ CPO രാഹുൽ രവീന്ദ്രനുമാണ് സന്നിധാനം ഡ്യൂട്ടിക്ക് ഒരുമിച്ച് നിയോഗിക്കപ്പെട്ടത്. ആ അപൂർവ സംഗമത്തിന്റെ സന്തോഷത്തിലാണ് പോലീസ് സേനയിലെ സഹപ്രവർത്തകർ. അച്ഛൻ രവീന്ദ്രന്റെ കൈപിടിച്ച് കുഞ്ഞിലെ മുതൽ മലകയറി ഭഗവാൻ അരികിലെത്തിയ രാഹുൽ ഇന്ന് അച്ഛനൊപ്പം സന്നിധാനം ഡ്യൂട്ടിയിൽ. വെച്ചുച്ചിറ പരിവ സ്വദേശികളാണ് പോലീസുകാരായ ഈ അച്ഛനും മോനും. സന്നിധാനത്ത് ആദ്യം ഡ്യൂട്ടിക്കെത്തിയത് രാഹുലാണ്. അപ്രതീക്ഷിതമായി രവീന്ദ്രനും സന്നിധാനം ഡ്യൂട്ടിക്കെത്തി. മകന് സർപ്രൈസ് നൽകാൻ തനിക്കും സന്നിധാനം ഡ്യൂട്ടി ലഭിച്ച കാര്യം രവീന്ദ്രൻ രാഹുലിനെ മുൻകൂട്ടി അറിയിച്ചില്ല. തന്റെ ചുമതല കൃത്യമായി നിർവഹിക്കുന്നതിനിടയിൽ രാഹുലിന് മുന്നിൽ അച്ഛൻ. ഒന്നിച്ച് ജോലി ചെയ്യാൻ സാധിച്ചതിൽ ഇരുവർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷം. അതും ഒന്നിച്ചുള്ളത് അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലാണെന്നത് സന്തോഷം ഇരട്ടിയാക്കി. വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അയ്യപ്പൻ്റെ മുന്നിലാണ്. കാരണം സർവീസിൽ കയറിയ നാൾ മുതൽ ഞാൻ അയ്യപ്പനെ സേവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നനച്ചിരിക്കാതെയാണ് എനിക്ക് ഡ്യൂട്ടി കിട്ടിയത്. കാരണം ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് ആളെ വേണം എന്ന് പറഞ്ഞില്ല. മോനെ നേരത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മോനെ അറിയുന്നത് ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന്. എന്തായാലും അഭിമാന നിമിഷം എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഇഷ്ടദേവൻ്റെ മുന്നിൽ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാന ദിവസമായ ആറാട്ട്, അതുപോലെ പള്ളിവേട്ടയ്ക്കും തിടമ്പേറ്റുമ്പോൾ അച്ഛനും മോനും സ്ഥലത്തുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. അയ്യപ്പൻ്റെ തിടമ്പേറ്റുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കൂടെ ഡ്യൂട്ടിക്ക് ഉണ്ടാകുന്നുള്ളത്. കാരണം ജീവിതത്തിൽ സംഭവിക്കാവുന്ന അല്ല, പക്ഷേ എനിക്ക് എൻ്റെ മോനും അല്ലെ എൻ്റെ കുടുംബത്തിന് അങ്ങനെ ഭാഗ്യമുണ്ടായി. പെട്ടെന്ന് കണ്ടപ്പം ആദ്യം ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി, പിന്നെ നല്ല സന്തോഷം തോന്നി. കാരണം അയ്യപ്പൻ്റെ മുന്നിൽ ഒരുമിച്ച് ഡ്യൂട്ടി ഇത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഏറെ സന്തോഷമായി. അയ്യപ്പൻ്റെ മുമ്പിലായതുകൊണ്ട് ഡ്യൂട്ടി ചെയ്യണമെന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് നടക്കും എന്നാണ്. ഇനി അച്ഛന് 2.5 വർഷം കൂടെ സർവീസുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് സംഭവിച്ചത്. ഇതിന് മുന്നേ സർവീസിൽ കയറിയിട്ട്, ഇപ്പം ഞാൻ സർവീസിൽ കയറിയിട്ട് 1 വർഷമാകുന്നു. 1 വർഷം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഡ്യൂട്ടിയൊക്കെ അച്ഛൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ശബരിമല കിട്ടിയത് ആദ്യമായിട്ടായിരുന്നു. ഉത്സവത്തിനും ഇതിനെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നത്. ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയത് അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. അച്ഛന് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ നിന്നുള്ളൊരു ജോലി തിരഞ്ഞെടുക്കുകയും ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് പോലീസിൽ കയറണമെന്ന്. അച്ഛൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ കയറണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചതിൽ അതിലും വലിയ സന്തോഷമുണ്ട്. പിന്നെ പോലീസിൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അച്ഛനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിലങ്ങ് മുന്നോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. സന്നിധാനം SHO ആയി രവീന്ദ്രനും സിവിൽ പോലീസ് ഓഫീസറായി രാഹുലും ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന സഹപ്രവർത്തകർക്കും സന്തോഷവും അഭിമാനവും. അച്ഛനും മകനും ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനൊരു ഭാഗ്യം പോലീസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു അസുലഭ സന്ദർഭമാണ്. എന്തായാലും രണ്ടുപേർക്കും അതിൽ അഭിനന്ദനങ്ങൾ. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിൽ ഞങ്ങൾ KAP 3 ബറ്റാലിയനിൽ ഒന്നിച്ച് 1994 തൊട്ട് ഞങ്ങൾ 1-2 വർഷം ഒന്നിച്ച് KAP 3 ബറ്റാലിയൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിയമസഭ അങ്ങനെ വിവിധ തരത്തിലുള്ള ഡ്യൂട്ടികൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ എല്ലാൻഡോർ ചാർജായിട്ടും പെരുന്നാട് സ്റ്റേഷനിൽ എല്ലാൻഡോ ചാർജിലുള്ള ഉദ്യോഗസ്ഥനായിട്ട് കാണാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ റിട്ടയർ ചെയ്യുന്നവരാണ്. 2027 ഞങ്ങൾ റിട്ടയർ ചെയ്യുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിനെ ഇവിടെ വരച്ച് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കേരള പോലീസിന് ഭാവി വാഗ്ദാനമായിട്ട് രാഹുലിനെയും ഇവിടെ വെച്ച് ഒരുമിച്ച് കാണാൻ പറ്റി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹത്തിനെ കണ്ട് പല ഡ്യൂട്ടികളും ഞങ്ങൾ ഒന്നിച്ച് ചെയ്തും അദ്ദേഹത്തിനെ കണ്ട് പലതും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം. അദ്ദേഹത്തിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് വളരെയധികം ആശംസകൾ നേരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് എനിക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷം കൂടി ഞാൻ പ്രകടിപ്പിക്കുന്നു. ഭാര്യ സുമയും കുടുംബവും ഈ അപൂർവ സംഗമത്തിന്റെ സന്തോഷത്തിലാണെന്ന് രവീന്ദ്രൻ പറയുന്നു. രവീന്ദ്രന്റെ 3 മക്കളിൽ മൂത്തയാളാണ് രാഹുൽ. ജനം സന്നിധാനം.